ഇന്ന് ജൂലൈ 16 ഈ ആഴ്ച OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഇതുൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് കുബേര അപ്ഡേറ്റ് ആണ്. സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 18 തീയതി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ധനുഷ്, നാഗാർജുന, രശ്മിക തുടങ്ങിയവർ അഭിനയിച്ച സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകും. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും കുബേര വലിയൊരു വിജയത്തിലേക്ക് പോയില്ലായിരുന്നു. OTT-ക്കായിട്ട് കാത്തിരിക്കാം. ദി സമ്മർ ഐ ടേൺഡ് പ്രെട്ടി എന്ന സീരീസ് ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നു. ഈ ഇംഗ്ലീഷ് സീരീസിന്റെ ഫൈനൽ സീസണാണ് ഇന്ന് റിലീസ് ആയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ സീരീസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അസ്ത്ര എന്ന മലയാളം സിനിമ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്നു. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 18 മനോരമ മാക്സിൽ സിനിമ OTT റിലീസ് ആകുന്നതാണ്. ഹിന്ദിയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ OTT സീരീസാണ് സ്പെഷ്യൽ ഓപ്സ് സീരീസിന്റെ 2ാമത്തെ സീസൺ. മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 18 സീരീസ് ലഭ്യമാകുന്നതാണ്. ഹൊറർ ത്രില്ലർ ഹിന്ദി സിനിമയെ സഞ്ജിത്തിന്റെ ദി ഭൂതിനിയും ഈ ആഴ്ച OTT റിലീസ് ആകുന്നു. നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 18 C5-ൽ ഹിന്ദി സിനിമ OTT റിലീസ് ആകുന്നതാണ്. അടുത്ത 3 അപ്ഡേറ്റുകളും തമിഴിൽ നിന്നുള്ള സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് പടൈത്തലൈവൻ എന്ന സിനിമയാണ്. തെൻകോട്ടയിലൂടെ ജൂലൈ 18 സിനിമ OTT റിലീസ് ആകുന്നതാണ്. മറ്റൊന്ന് ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന C5-ന്റെ സട്ടമും നീതിയും എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയും ഈ ആഴ്ച ജൂലൈ 18 C5-ൽ റിലീസ് ആകുന്നതാണ്. അവസാനത്തേത് DNA എന്ന ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അഥർവ, ഒപ്പം തന്നെ നിമിഷ സച്ചിൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയും ഈ ആഴ്ച OTT റിലീസ് ആകും. ചിത്രം ഈ ശനിയാഴ്ചയോടെ ജൂലൈ 19 OTT റിലീസ് ആകുക. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ DNA OTT റിലീസ് ആകുന്നതാണ്.